വർഷം 1945. പഞ്ചാബിലെ ലുധിയാന പ്രവിശ്യയിൽ ഒരു സാധാരണ കുടുംബത്തിൽ ജനിച്ച 2 ആൺകുട്ടികളും ഒരു സുഹൃത്തും ചേർന്ന് സ്റ്റീൽ വ്യാപാരത്തിന് വേണ്ടിയിട്ടുള്ള ഒരു സംരംഭം ആരംഭിക്കും. എന്നാൽ 1947 ഇന്ത്യയുടെ പാർട്ടീഷൻ നടക്കുന്ന സമയത്ത് ഈ സഹോദരങ്ങൾക്കും സുഹൃത്തിനും വേർപിരിയേണ്ടി വന്നു. പിന്നീട് സ്റ്റീലിൽ നിന്നും ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രിയിലേക്ക് എത്തി ഇന്ന് ലോകത്തിലെ തന്നെ ആദ്യത്തെ 10 കമ്പനികളിൽ മികച്ചതായി നിൽക്കുന്ന മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര. ഈ കഥ അവരുടെ കഷ്ടപ്പാടുകളെ കുറിച്ചുള്ളതാണ്. 1892 ബ്രിട്ടീഷ് ഭരണത്തിന് കീഴിലായിരുന്ന ഇന്ത്യയിലെ പഞ്ചാബ് എന്ന പ്രദേശത്തെ ഒരു സാധാരണ കുടുംബത്തിലെ 9 മക്കളിൽ ആദ്യത്തെ ആളായിട്ടായിരുന്നു ജഗദീഷ് ചന്ദ്ര മഹീന്ദ്ര ജനിക്കുന്നത്. അദ്ദേഹത്തിന്റെ ചെറുപ്പകാലത്തിൽ തന്നെ പിതാവിനെ നഷ്ടമായെങ്കിലും ആ കുടുംബത്തിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ അദ്ദേഹത്തിന്റെ അമ്മയും മക്കളിൽ മൂത്തവനായ ജഗദീഷ് ചന്ദ്ര മഹീന്ദ്രയും വളരെയധികം കഷ്ടപ്പെട്ടു. അദ്ദേഹത്തിന്റെ ചെറുപ്പകാലത്ത് ചുറ്റുപാടുകളിൽ നിന്നും ലഭിക്കുന്ന സാധാരണ ചെറിയ പണികൾ ചെയ്തും അതിരാവിലെ പത്രവിതരണത്തിനും പോയാണ് അദ്ദേഹം വളർന്നത്. പക്ഷേ പിൽക്കാലത്ത് തന്നെ ഏറ്റവും വലിയ നിലയിൽ എത്തിക്കാൻ പോകുന്നത് വിദ്യാഭ്യാസമാണെന്നുള്ള ധാരണ അദ്ദേഹത്തിനുണ്ടായിരുന്നു. സ്കൂൾ വിദ്യാഭ്യാസത്തിൽ വളരെ മികച്ച പ്രകടനം കാഴ്ചവെച്ചതുകൊണ്ട് തന്നെ അന്നത്തെ ഇന്ത്യയിലെ ഏറ്റവും മികച്ച ടെക്നിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടായിട്ടുള്ള വീരമാതാ ജീജാബായ് ടെക്നോളജിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നും അദ്ദേഹത്തിന് എഞ്ചിനീയറിംഗ് ബിരുദത്തിന് സീറ്റ് ലഭിച്ചു. ആ ഒരു മേഖലയിലും ജഗദീഷ് ചന്ദ്ര മഹീന്ദ്ര അദ്ദേഹത്തിന്റെ കഴിവ് തെളിയിച്ചു. അതിന്റെ ഭാഗമായി അന്നത്തെ കാലത്ത് തന്നെ ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്റ്റീൽ മാനുഫാക്ചറർ ആയിട്ടുള്ള ടാറ്റ സ്റ്റീലിൽ ഒരു സെയിൽസ് മാനേജറിന്റെ ജോലി അദ്ദേഹത്തിന് ലഭിച്ചു. 1929 മുതൽ 1940 വരെ ടാറ്റ സ്റ്റീലിൽ ഒരു സീനിയർ സെയിൽസ് മാനേജറായിട്ടായിരുന്നു അദ്ദേഹത്തിന്റെ പ്രവർത്തനം. ഇതേ സമയത്ത് തന്നെ തന്റെ സഹോദരങ്ങളെയും സംരക്ഷിക്കാൻ അദ്ദേഹം തയ്യാറായിരുന്നു. തൻ്റെ സഹോദരങ്ങളിൽ ഏറ്റവും മികച്ച രീതിയിൽ വിദ്യാഭ്യാസം മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരുന്ന തൻ്റെ തൊട്ടടുത്ത സഹോദരനായിട്ടുള്ള കൈലാഷ് ചന്ദ്ര മഹീന്ദ്രയെ ലാഹോറിലെ ബിരുദ പഠനത്തിന് ശേഷം അദ്ദേഹം അയക്കുന്നത് UK തന്നെ വളരെ പ്രശസ്തമായിട്ടുള്ള കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിലേക്കാണ്. അവിടുത്തെ ബിരുദാനന്ത ബിരുദത്തിന് ശേഷം കൈലാഷ് ചന്ദ്ര മഹീന്ദ്ര അവിടുത്തെ തന്നെ പ്രീമിയം ഫേമായിട്ടുള്ള മാർട്ടിൻ ആൻഡ് കമ്പനിയിൽ ഏകദേശം 2 വർഷത്തോളം കാലം ജോലി ചെയ്തു. ആ ഒരു സമയത്താണ് ജഗദീഷ് ചന്ദ്ര മഹീന്ദ്രയുടെയും കൈലാഷ് ചന്ദ്ര മഹീന്ദ്രയുടെയും ജീവിതം മാറ്റിമറിച്ച് വലിയൊരു സംഭവം ഉണ്ടാവുന്നത്. 1939 മധ്യഭാഗത്ത് 2ാം ലോക മഹായുദ്ധം പ്രഖ്യാപിക്കുന്നു. ബ്രിട്ടീഷ് അധിനിവേശത്തിന്റെ കീഴിലായിരുന്ന ഇന്ത്യക്കും ഈ ഒരു 2ാം ലോക മഹായുദ്ധത്തിൽ ഭാഗമാകേണ്ടി വന്നു. അന്ന് മറുചേരിയിൽ നിന്നിരുന്ന ജപ്പാനെ തടയുക എന്നതായിരുന്നു ഇന്ത്യയുടെ ലക്ഷ്യം. അതിനുവേണ്ടി ഇന്ത്യയെ വരുതിയിലാക്കിയിരുന്ന ബ്രിട്ടീഷ് ഗവൺമെന്റ് ഇന്ത്യയിൽ നിന്ന് നിരവധിയായിട്ടുള്ള ആൾക്കാരെ സോൾജിയേഴ്സായി റിക്രൂട്ട് ചെയ്യുകയും നിരവധി യുദ്ധോപകരണങ്ങൾ നിർമ്മിക്കുകയും ചെയ്തു. പക്ഷേ അവിടെയും ഒരു പ്രശ്നമുണ്ടായിരുന്നു. ഈ ഒരു യുദ്ധോപകരണങ്ങളായ ടാങ്കുകളും ഷിപ്പുകളും എയർക്രാഫ്റ്റുകളും യുദ്ധോപകരണങ്ങളും എല്ലാം നിർമ്മിക്കുന്നതിന് വേണ്ടി സ്റ്റീൽ എന്നത് വളരെയധികം ആവശ്യമുള്ളൊരു കാര്യമായിരുന്നു. പക്ഷേ 2ാം ലോക മഹായുദ്ധം പ്രഖ്യാപിച്ചതുകൊണ്ട് തന്നെ സ്റ്റീലിന് വളരെയധികം ക്ഷാമം നേരിട്ടു. ഈ ഒരു ക്ഷാമം പരിഹരിക്കുന്നത് വളരെയധികം ബുദ്ധിമുട്ടുള്ള കാര്യമായിരുന്നു. അതുകൊണ്ട് തന്നെ ഇന്ത്യയിലേക്ക് എത്തുന്ന സ്റ്റീലിനെ കൃത്യമായി ഉപയോഗിക്കാൻ വേണ്ടി ഒരു പ്രൊഫഷണലിനെ ആവശ്യമാണെന്നുള്ള കാര്യം ബ്രിട്ടീഷ് ഗവൺമെന്റിന് മനസ്സിലായി. അതിന്റെ ഭാഗമായി അന്നത്തെ ഏറ്റവും പ്രീമിയം സ്റ്റീൽ കമ്പനിയായിട്ടുള്ള ടാറ്റ സ്റ്റീലിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന സീനിയർ സെയിൽസ് മാനേജർ ആയിട്ടുള്ള ജഗദീഷ് ചന്ദ്ര മഹീന്ദ്രയെ ബ്രിട്ടീഷ് ഗവൺമെന്റ് ഇന്ത്യയുടെ ആദ്യത്തെ സ്റ്റീൽ കൺട്രോളറായി 1941 നിയമിച്ചു. അദ്ദേഹത്തിന്റെ ജോലി എന്ന് പറയുന്നത് ഇന്ത്യയിലേക്ക് എത്തുന്ന സ്റ്റീലിനെ യാതൊരുവിധ നഷ്ടങ്ങളും ഉണ്ടാക്കാതെ കൃത്യമായി വിനിയോഗിക്കുക എന്നുള്ളതായിരുന്നു. ഇതേ സമയത്ത് തന്നെ മറ്റൊരു സംഭവവും US നടക്കുന്നുണ്ട്. 2ാം ലോക മഹായുദ്ധത്തിന് വേണ്ടി ഇന്ത്യയിൽ മാത്രം ആയുധങ്ങൾ നിർമ്മിക്കാൻ സാധ്യമല്ല. അതോടൊപ്പം തന്നെ നിരവധിയായിട്ടുള്ള വാഹനങ്ങളും വേണ്ടി വന്നു. നമുക്ക് അന്നത്തെ കാലത്ത് ഇന്ത്യയിലെ ഒരു പാരിസ്ഥിതിക പ്രശ്നത്തെക്കുറിച്ച് അറിയാം. നിരവധിയായിട്ടുള്ള മലകളും കുന്നുകളും പുഴകളും നിറഞ്ഞതായിരുന്നു ഇന്ത്യയുടെ പാരിസ്ഥിതി എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള മേഖലകളിൽ ഉപയോഗിക്കാൻ വേണ്ടുന്ന വാഹനങ്ങളും ആവശ്യമായി വന്നു. അന്നത്തെ കാലത്ത് ഇത്തരം ടെറൈനുകളിൽ ഓടുന്ന ജീപ്പുകൾ കൂടുതലായും നിർമ്മിച്ചിരുന്നത് യുണൈറ്റഡ് സ്റ്റേറ്റ്സിലായിരുന്നു. അതോടൊപ്പം തന്നെ നിരവധിയായിട്ടുള്ള യുദ്ധ ഉപകരണങ്ങളും യുണൈറ്റഡ് സ്റ്റേറ്റ്സിൽ നിർമ്മിച്ചിരുന്നു. ഇതെല്ലാം ഇന്ത്യയിലേക്ക് എത്തിക്കാൻ വേണ്ടി ഒരു പർച്ചേസിംഗ് കമ്മീഷന്റെ ആവശ്യം ബ്രിട്ടീഷ് ഗവൺമെന്റിന് വേണ്ടി വന്നു. ആ ഒരു പർച്ചേസ് കമ്മീഷന്റെ തലവനായി ബ്രിട്ടീഷ് ഗവൺമെന്റ് തിരഞ്ഞെടുത്തത് ജഗദീഷ് ചന്ദ്ര മഹീന്ദ്രയുടെ അനിയനായിട്ടുള്ള കൈലാഷ് ചന്ദ്ര മഹീന്ദ്രയായിരുന്നു. 2ാം ലോക മഹായുദ്ധത്തിന്റെ അവസാന കാലം വരെ ഈ സഹോദരന്മാർ ബ്രിട്ടീഷ് ഗവൺമെന്റിന് വേണ്ടി ജോലി ചെയ്തു. 1945 ഈ സഹോദരങ്ങൾക്കിടയിലും ലോകത്തിലും വലിയ മാറ്റങ്ങൾ കൊണ്ടുവന്ന ഒരു വർഷമായിരുന്നു. 1945 മെയ് 8 ജർമ്മനി യൂറോപ്പിന് മുന്നിൽ അടിയറവ് പറയുന്നു. അതിനെ തുടർന്ന് ഹിറ്റ്ലർ ആത്മഹത്യ ചെയ്യുന്നു. അതോടുകൂടി 2ാം ലോക മഹായുദ്ധത്തിന് അവസാനവും വരുന്നു.
യുദ്ധത്തിന്റെ ഭാഗമായി ഏറ്റവും കൂടുതൽ നാശനഷ്ടം സംഭവിച്ചത് ബ്രിട്ടീഷ് അധീനതയിലായിരുന്ന ഇന്ത്യയിലായിരുന്നു. ഇന്ത്യയുടെ ഇൻഫ്രാസ്ട്രക്ചറുകളെല്ലാം മിക്കവാറും നഷ്ടപ്പെട്ടു. ഇന്ത്യയിലെ നിരവധിയായിട്ടുള്ള സാധാരണ പട്ടാളക്കാർ മരണപ്പെട്ടു. ഇന്ത്യയെ വലിയൊരു സാമ്പത്തിക പിന്നോക്കാവസ്ഥയിലേക്ക് കൊണ്ടുപോകാൻ ഈ ഒരു രണ്ടാം ലോക മഹായുദ്ധത്തിന് സാധിച്ചു. അവിടെ നിന്നും ഇന്ത്യയെ ഡെവലപ്പ് ചെയ്തെടുക്കുക എന്നുള്ളത് വളരെയധികം കഷ്ടപ്പാട് നിറഞ്ഞ ഒന്നായിരുന്നു. ഈ ഒരു രണ്ടാം ലോക മഹായുദ്ധത്തിന്റെ അവസാനത്തോടുകൂടി ഇന്ത്യക്ക് ഒരു കാര്യം മനസ്സിലായി: സ്വാതന്ത്ര്യം വളരെ വേഗം ലഭിക്കുമെന്നുള്ളത്. പക്ഷേ പുതിയൊരു ഇന്ത്യയെ പടുത്തുയർത്തുക എന്നുള്ളത് വളരെയധികം ബുദ്ധിമുട്ട് നിറഞ്ഞ ഒരു കാര്യമായിരുന്നു. ഈ ഒരു അവസരത്തിലാണ് ജഗദീഷ് ചന്ദ്ര മഹീന്ദ്രയ്ക്കും കൈലാഷ് ചന്ദ്ര മഹീന്ദ്രയ്ക്കും മറ്റൊരു ബുദ്ധി ഉദിക്കുന്നത്. ഇന്ത്യയുടെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റിനും മറ്റുള്ള ട്രാൻസ്പോർട്ടേഷൻ ആവശ്യങ്ങൾക്കായാലും ഏറ്റവും കൂടുതൽ ആവശ്യമായി വരുന്നത് സ്റ്റീലാണ്. എന്തുകൊണ്ട് നമുക്കും ആ ഒരു സ്റ്റീൽ ബിസിനസ് തുടങ്ങിക്കൂടാ? അതിനെ തുടർന്ന് 1945 ഒക്ടോബർ 2-ാം തീയതി ഈ രണ്ട് സഹോദരങ്ങളും സുഹൃത്തായ മാലിക് ഗുലാം മുഹമ്മദും ചേർന്ന് സ്റ്റീൽ ട്രേഡിങ്ങിന് വേണ്ടി ഒരു കമ്പനി ആരംഭിക്കുന്നു. അതിനവർ മഹീന്ദ്ര ആൻഡ് മുഹമ്മദ് എന്ന് പേരിട്ടു. മറ്റുള്ള രാജ്യങ്ങളിൽ നിന്നും ഇന്ത്യയിലേക്ക് സ്റ്റീൽ ഇമ്പോർട്ട് ചെയ്ത് ഇവിടെ വ്യാപാരം നടത്തുക എന്നതായിരുന്നു ഈ കമ്പനിയുടെ ഉദ്ദേശവും. വളരെ പെട്ടെന്ന് തന്നെ ഈ ഒരു കമ്പനി രജിസ്റ്റർ ചെയ്യുന്നതിന് വേണ്ടിയും ഈ ഒരു കമ്പനി മറ്റുള്ളവരിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയുമുള്ള നിരവധി പ്രവർത്തനങ്ങൾ അവർ ആരംഭിച്ചു. പക്ഷേ അവിടെയാണ് ഏറ്റവും ആദ്യത്തെ പ്രശ്നം അവർ നേരിടാൻ തുടങ്ങിയത്. 1947 ഇന്ത്യയുടെ പാർട്ടീഷൻ നടന്നു. ഇന്ത്യ എന്ന വലിയ രാജ്യം വിഭജിച്ച് ഇന്ത്യയും പാകിസ്ഥാനുമായി മാറി. ആ ഒരു വിഭജനം നടന്നത് ഇന്ത്യയുടെ മണ്ണിൽ മാത്രമല്ല, ഈ ഒരു കമ്പനിയിലുമാണ്. ഈ കമ്പനിയുടെ പാർട്ണറായിട്ടുള്ള സഹോദരങ്ങളുടെ സുഹൃത്തായിട്ടുള്ള മാലിക് ഗുലാം മുഹമ്മദ് പാകിസ്ഥാനിലേക്ക് പോകുന്നു. പിൽക്കാലത്ത് അദ്ദേഹം പാകിസ്ഥാനിലെ ഫിനാൻസ് മിനിസ്റ്ററൊക്കെ ആകുന്നുണ്ട്. പക്ഷേ അദ്ദേഹത്തിന്റെ പോക്ക് ഏറ്റവും കൂടുതൽ ബാധിച്ചിരുന്നത് മഹീന്ദ്ര ആൻഡ് മുഹമ്മദ് എന്ന കമ്പനിയെയും ഈ മഹീന്ദ്ര സഹോദരന്മാരെയുമായിരുന്നു. വളരെയധികം അപ്രതീക്ഷിതമായിട്ടായിരുന്നു ഇത് സംഭവിച്ചത്. കമ്പനിയുടെ ഫിനാൻഷ്യൽ കാര്യങ്ങൾ പൂർണ്ണമായും നോക്കിയിരുന്ന മാലിക് ഗുലാം മുഹമ്മദ് ഇല്ലാത്തത് കമ്പനിയെ വളരെയധികം ബുദ്ധിമുട്ടിക്കുകയാണ് ഉണ്ടായത്. പതുക്കെ കൊണ്ട് അതിനെ നേരിടുവാനും പൂർവ്വസ്ഥിതിയിലേക്ക് എത്തിക്കാനും മഹീന്ദ്ര സഹോദരങ്ങൾക്ക് സാധിച്ചു. പിന്നീടും അവിടെ ഒരു വലിയ പ്രശ്നമുണ്ടായിരുന്നു. ഈ ഒരു കമ്പനിയുടെ രൂപീകരണ സമയത്ത് അവർ ഇട്ട പേര് മഹീന്ദ്ര ആൻഡ് മുഹമ്മദ് എന്നുള്ളതായിരുന്നു. അതുകൊണ്ട് തന്നെ കമ്പനിയുടെ വിസിറ്റിംഗ് കാർഡ്സ് ആയാലും പാംഫ്ലെറ്റുകളായാലും പരസ്യങ്ങളായാലും M&M എന്ന പേരിലാണ് അവർ പ്രിന്റ് ചെയ്തിരുന്നത്. മാലിക് ഗുലാം മുഹമ്മദ് പോയതോടുകൂടി കമ്പനിയുടെ പേര് മാറ്റേണ്ട സാഹചര്യവും വന്നു. പക്ഷേ പുതിയൊരു പേരിട്ട് പുതിയൊരു കമ്പനി സ്ഥാപിച്ച് ആദ്യമായി തന്നെ എല്ലാം ചെയ്യുക എന്നുള്ളത് കമ്പനിയെ സംബന്ധിച്ചിടത്തോളം വളരെയധികം സാമ്പത്തിക പ്രശ്നം ഉണ്ടാക്കുന്ന ഒന്നായിരുന്നു. അതുകൊണ്ട് തന്നെ മഹീന്ദ്ര ആൻഡ് മുഹമ്മദിന് പകരം മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര എന്ന് പേരിടാൻ വേണ്ടി അവർ തീരുമാനിച്ചു. പിന്നീട് പതുക്കെ അവർ അവരുടെ സ്റ്റീൽ വ്യാപാരം വളർത്തിക്കൊണ്ടുവന്നേയിരുന്നു. അപ്പോഴാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയൊരു പ്രശ്നം അവർക്ക് മുന്നിലേക്ക് എത്തുന്നത്. സ്വാഭാവികമായിട്ടും ഒരു പ്രശ്നത്തിന് ആദ്യമായി അവർ എത്തിച്ചത് വില്ലീസിന്റെ CJ3A എന്ന മോഡലായിരുന്നു. അതൊരു സിവിലിയൻ ജീപ്പായിരുന്നു. പിന്നീട് അങ്ങോട്ട് നിരവധിയായിട്ടുള്ള മോഡലുകൾ ഇന്ത്യയിലേക്ക് എത്താനായി തുടങ്ങി. ഇന്ത്യയുടെ വളരെ റഫായിട്ടുള്ള ടെറിട്ടറിയിലൂടെ യാത്ര ചെയ്യാൻ ഇത്തരം ജീപ്പുകളുടെ 4x4 സംവിധാനം വളരെയധികം സഹായിക്കുകയും ചെയ്തു. പിന്നീട് 1950 മുതൽ 1960 വരെ മഹീന്ദ്രയുടെ ഇത്തരം ജീപ്പുകൾക്ക് വളരെയധികം വ്യാപാരവും ലഭിച്ചു. ഇന്ത്യൻ ഗവൺമെന്റിന്റെയും പോലീസ് ഓപ്പറേഷന്റെയും അഗ്രികൾച്ചറിന്റെയും റൂറൽ ട്രാൻസ്പോർട്ടിന്റെയും മിലിറ്ററിയുടെയും ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റിന്റെയും ഭാഗമാകാൻ ഇത്തരം ജീപ്പുകൾക്ക് സാധിക്കുകയും ചെയ്തു. ഇത്തരത്തിൽ വലിയൊരു വ്യാപാരം ലഭിച്ചതോടുകൂടി മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര എന്ന കമ്പനി വളരെ വേഗം വളർന്നു.
ഈ ഒരു കമ്പനി വളർന്നതോടുകൂടി അതിനെ പബ്ലിക് ആക്കാൻ വേണ്ടി ഈ സഹോദരങ്ങൾ തീരുമാനിച്ചു. 1955 IPOയിൽ ഉൾപ്പെടുത്തുകയും 1956 ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ രജിസ്റ്റർ ചെയ്തു. പിന്നീട് അങ്ങോട്ടുള്ള വളർച്ച വളരെ പെട്ടെന്നായിരുന്നു. പക്ഷേ ഏതുയർച്ചയിലെയും വലിയൊരു വീഴ്ച അവരെയും ബാധിച്ചു. 1961 ജഗദീഷ് ചന്ദ്ര മഹീന്ദ്ര മരണപ്പെടുന്നു. അതിനുശേഷം ഈ ഒരു കമ്പനിയുടെ ചെയർമാൻ സ്ഥാനത്തേക്ക് കൈലാഷ് ചന്ദ്ര മഹീന്ദ്ര എത്തുന്നു. പിന്നീട് ചെയർമാൻ സ്ഥാനങ്ങൾ മാറ്റങ്ങൾ ഉണ്ടായെങ്കിലും മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര എന്ന കമ്പനിയെ ഏറ്റവും കൂടുതൽ ജനങ്ങൾക്ക് മുന്നിലേക്ക് എത്തിച്ചത് ജഗദീഷ് ചന്ദ്ര മഹീന്ദ്രയുടെ ചെറുമകനായിട്ടുള്ള ആനന്ദ് മഹീന്ദ്രയാണ്. ബ്രിട്ടീഷ് അധിനിവേശത്തിന്റെ ബാക്കി പത്രമായി തകർന്നിരിക്കുന്ന ഇന്ത്യയെ തിരിച്ചുപിടിക്കാനുള്ള എല്ലാ ശ്രമങ്ങളും ഇന്ത്യയുടെ ഭരണാധികാരികൾ നടത്തിക്കൊണ്ടേയിരുന്നു. പക്ഷേ അഗ്രികൾച്ചർ മേഖലയെ തിരിച്ചു കൊണ്ടുവരാൻ വളരെയധികം ഭരണാധികാരികൾ കഷ്ടപ്പെട്ടു. ഇതേ സമയത്താണ് മഹീന്ദ്ര എന്ന കമ്പനിക്ക് വീണ്ടും ഒരു ആശയം ഉദിക്കുന്നത്. എന്തുകൊണ്ട് കമ്പനിക്ക് കൃഷിയെ സഹായിക്കാൻ വേണ്ടി ട്രാക്ടറുകൾ ഇന്ത്യൻ മാർക്കറ്റിലേക്ക് എത്തിച്ചുകൂടാ? പക്ഷേ അത്തരത്തിൽ ട്രാക്ടർ നിർമ്മിക്കാനുള്ള ടെക്നോളജികൾ മഹീന്ദ്രയുടെ കയ്യിലില്ലായിരുന്നു. അതിനെ തുടർന്ന് 1963 ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച ഒരു ട്രാക്ടർ നിർമ്മാണ കമ്പനിയായിട്ടുള്ള ഇന്റർനാഷണൽ ഹാർവസ്റ്ററുമായി ചേർന്ന് D275 സീരീസിൽപ്പെട്ട ട്രാക്ടറുകൾ മഹീന്ദ്ര ഇന്ത്യയിലേക്ക് എത്തിച്ചു. ഇത്തരം ട്രാക്ടറുകളെല്ലാം ഇന്ത്യയിലെ ടഫായിട്ടുള്ള ടെറൈനുകളിൽ വളരെ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നവയായിരുന്നു. അതോടൊപ്പം തന്നെ ഇത്തരം ട്രാക്ടറുകൾക്ക് ഫ്യൂവൽ എഫിഷ്യൻസിയും വളരെ കൂടുതലായിരുന്നു. ഇതിനെ തുടർന്ന് മഹീന്ദ്ര ഇന്ത്യയിലേക്ക് എത്തിച്ച ട്രാക്ടറുകളെല്ലാം വളരെ വേഗത്തിൽ ഇന്ത്യയിൽ വിൽക്കാനായി തുടങ്ങി. ഈ സമയത്ത് തന്നെയാണ് 1965 ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നും വലിയൊരു തീരുമാനമുണ്ടാകുന്നത്. മൂന്നാം പഞ്ചവത്സര പദ്ധതിയുടെ ഭാഗമായി ഗ്രീൻ റവല്യൂഷൻ എന്ന ആശയം അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്ന ലാൽ ബഹദൂർ ശാസ്ത്രി മുന്നോട്ട് വെച്ചു. ഇന്ത്യയിലെ ഭക്ഷ്യക്ഷാമം ഇല്ലാതാക്കാൻ വേണ്ടി മോഡേൺ ഫാമിംഗ് ടെക്നിക്കുകളും ഫെർട്ടിലൈസേഴ്സും ഇറിഗേഷനും ഉപയോഗിച്ചുള്ള ഒരു മാതൃകയാണ് അദ്ദേഹം മുന്നോട്ട് വെച്ചത്. അതിൻ്റെ ഭാഗമായി മഹീന്ദ്രയുടെ ട്രാക്ടറുകൾക്ക് വളരെയധികം പ്രചാരം ലഭിക്കുകയും ചെയ്തു. പിന്നീട് 1977 ഇന്റർനാഷണൽ ഹാർവസ്റ്റർ ട്രാക്ടർ കമ്പനി മഹീന്ദ്രയുമായി മെർജ് ചെയ്തു. 1964 പോപ്പ് പോൾ ആറാമൻ ഇന്ത്യ സന്ദർശിച്ച സമയത്ത് വില്ലീസിന്റെ ജീപ്പ് മോഡിഫൈ ചെയ്ത് പര്യടനത്തിന് വേണ്ടി നൽകിയത് മഹീന്ദ്രയെ ജനങ്ങൾക്കിടയിലേക്ക് എത്തിക്കാൻ വലിയൊരു കാരണമായാണ് മാറിയത്. പക്ഷേ ഈ ഒരു വളർച്ച അധിക കാലത്തേക്കുണ്ടായില്ല. 1947 മുതൽ നിലവിൽ വന്നിരുന്ന ലൈസൻസ് രാജ് എന്ന സിസ്റ്റത്തെ ഗവൺമെന്റ് കൂടുതൽ ശക്തിയിലേക്ക് എത്തിച്ചു. ഈ ഒരു ലൈസൻസ് രാജിന്റെ ഭാഗമായി തന്നെ ഫോർഡും ജനറൽ മോട്ടോഴ്സും 1950കളിൽ തന്നെ ഇന്ത്യ വിട്ടുപോയിരുന്നു. ലൈസൻസ് രാജ് എന്ന് പറയുന്നത് ഇന്ത്യയിൽ ഏത് കമ്പനിയും അവരുടെ പ്രൊഡക്ഷൻ നടത്തുന്നതിന് ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നുള്ള അപ്രൂവൽ അത്യാവശ്യമായിരുന്നു. പുതിയൊരു ഡിസൈൻ അവതരിപ്പിക്കണമെങ്കിലോ പുതിയൊരു മോഡൽ അവതരിപ്പിക്കണമെങ്കിലോ പുതിയൊരു ഉൽപ്പന്നം ഉണ്ടാക്കണമെങ്കിലോ നിരവധിയായിട്ടുള്ള ഗവൺമെൻറ് ഓഫീസുകൾ കയറിയിറങ്ങണമായിരുന്നു. അതിൽ നിന്നും അപ്രൂവൽ കിട്ടുക എന്നുള്ളത് വളരെയധികം ദുഷ്കരമായിട്ടുള്ള കാര്യമായിരുന്നു. ഇത്തരത്തിൽ ഒരു ഉൽപ്പന്നം ഉണ്ടാക്കി മാർക്കറ്റിലേക്ക് എത്തിച്ചാലോ അത് വിൽക്കാനുള്ള വിലയും അതോറിറ്റികൾ നിശ്ചയിച്ചിരുന്നു. ഒരു കമ്പനി എത്രത്തോളം ഉൽപ്പന്നം ഉണ്ടാക്കണം എന്നുവരെ നിയന്ത്രിച്ചിരുന്നത് ഗവൺമെന്റ് അതോറിറ്റിയായിരുന്നു. അതോടുകൂടി മഹീന്ദ്ര ആൻഡ് മഹീന്ദ്രയ്ക്ക് ട്രാക്ടർ ബിസിനസ്സിലായാലും ജീപ്പിന്റെ ബിസിനസ്സിലായാലും കൂടുതൽ മോഡലുകൾ കൊണ്ടുവരാനോ കൂടുതൽ പ്രൊഡക്ഷൻ നടത്താനോ യഥാർത്ഥത്തിൽ സാധിച്ചിരുന്നില്ല. ഇന്ത്യയിലെ പല കമ്പനികളും അന്നത്തെ കാലത്ത് ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള ടെക്നോളജികളിലേക്ക് പോവുകയും വ്യാപാരങ്ങളെല്ലാം വളരെ കുത്തനെ കുറയുകയും ചെയ്തു. 1965 മുതൽ 1990 വരെ മഹീന്ദ്ര മുന്നോട്ട് കൊണ്ടുവന്ന ഏറ്റവും മികച്ച മോഡൽ എന്ന് പറയുന്നത് ഡീസൽ എഞ്ചിൻ ഉപയോഗിച്ചിട്ടുള്ള ജീപ്പുകളായിരുന്നു. അതല്ലാതെ ഈ ഒരു കാലയളവിൽ ലൈസൻസ് രാജ് എന്ന സംവിധാനം കൊണ്ട് മഹീന്ദ്രയ്ക്ക് വലിയ നേട്ടങ്ങളൊന്നും ഉണ്ടാക്കാൻ സാധിച്ചില്ല. 1900
ഒരു തൊഴിൽ ലഭിക്കാത്തത് കൊണ്ട് മടങ്ങിപ്പോകാൻ വേണ്ടി അദ്ദേഹം മുംബൈ എയർപോർട്ടിലേക്ക് എത്തുന്നു. പക്ഷേ ചില പ്രശ്നങ്ങൾ കാരണം എയർ ഇന്ത്യ അന്ന് സമരം നടത്തിയതുകൊണ്ട് അദ്ദേഹത്തിന് മടങ്ങിപ്പോകാനായി സാധിച്ചില്ല. ഇതേ ദിവസം തന്നെ ബാബറി മസ്ജിദുമായി നടക്കുന്ന ചില പ്രശ്നങ്ങൾ നടക്കുന്നതുകൊണ്ട് ആ ഒരു പട്ടണം മുഴുവൻ സമരത്തിലായിരുന്നു. അപ്പോഴാണ് യാദൃച്ഛികമായി മഹീന്ദ്ര ആൻഡ് മഹീന്ദ്രയിലെ ഇൻ്റർവ്യൂവിനെ പറ്റി അദ്ദേഹം പത്രത്തിൽ കാണാനിടയാകുന്നത്. ഈ സമരം നടക്കുന്ന അതേ ദിവസം തന്നെയാണ് ഇൻ്റർവ്യൂ നിശ്ചയിച്ചിട്ടുള്ളത്. എന്തായാലും അവിടേക്ക് പോകാൻ തന്നെ പവൻകുമാർ ഗോയങ്ക തീരുമാനിച്ചു. വളരെ വലിയ സമരവും അക്രമവും അഴിച്ചുവിട്ടതുകൊണ്ട് തന്നെ അന്ന് മഹീന്ദ്രയുടെ ഓഫീസ് അവധിയായിരുന്നു. പക്ഷേ ചെയർമാനായിട്ടുള്ള ആനന്ദ് മഹീന്ദ്ര ഓഫീസിലേക്ക് എത്തിയിരുന്നു. ജോലി അന്വേഷിച്ച് മഹീന്ദ്രയിലെത്തിയ പവൻകുമാർ ഗോയങ്കയ്ക്ക് ആനന്ദ് മഹീന്ദ്രയെ കാണാൻ സാധിക്കുകയും ചെയ്തു. ഇദ്ദേഹത്തിൻ്റെ എക്സ്പീരിയൻസും വിദ്യാഭ്യാസവും മനസ്സിലാക്കിക്കൊണ്ട് തന്നെ വളരെ വലിയ ശമ്പളത്തിൽ പവൻകുമാർ ഗോയങ്കയെ ആനന്ദ് മഹീന്ദ്ര ജോലിക്കെടുത്തു. അവിടെ നിന്നുമാണ് മഹീന്ദ്ര ആൻഡ് മഹീന്ദ്രയുടെ പുതിയൊരു ചരിത്രം ജനിക്കുന്നത്. പുതിയ